ഹായ് ഫ്രണ്ട്സ്, നമുക്കിതുപോലൊരു കുഞ്ഞു വാൾ ഡെക്കർ ചെയ്തെടുത്താലോ? അതിന് ഇതുപോലൊരു ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ 6x5 എന്ന രീതിയിൽ കട്ട് ചെയ്തെടുത്തു. ഇനി നടുക്ക് ഇതുപോലൊരു ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ പീസ് നമുക്ക് ആവശ്യമുണ്ട്, ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിൻ്റെ ബാക്ക് വശത്ത് ഒരു ഷീറ്റ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ട്രാൻസ്പെറൻറ്റ് ഷീറ്റാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച പീസില്ലേ, അതിന് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കാം. ഇനി അതിലൊരു വിൻഡോ വരച്ചെടുക്കാം. ഏത് ഷേപ്പിൽ വേണേലും വരയ്ക്കാം. ഈ ഒരു ഷേപ്പാണ് ഞാൻ വരച്ചെടുത്തത്. ഇനി നമുക്ക് സെൻറ്ററിൽ അത് ഇറക്കി വെക്കാം. ഇനി ഇതിൻ്റെ മുകൾ വശത്തായിട്ട് ഇതുപോലൊരു ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാർഡ്ബോർഡ് പീസസ് കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുത്താലും മതിയാകും. ഇനി ഈ വിൻഡോയ്ക്ക് നമുക്ക് 2 ഡോറാക്കി എടുക്കാം. ഇതിൻ്റെ നടുവിലെ പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി കാർഡ് പീസസ് കട്ട് ചെയ്ത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ ചെരിച്ച് വെച്ചാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് 2 സൈഡിൽ നമുക്ക് ഫിക്സ് ചെയ്യാം. ഇതിന് താഴെ ഒരു ചെറിയ ബോക്സ് ഉണ്ടാക്കിയെടുക്കണം. ഇനി ഇതുപോലെ ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ട് ഒരു ഷേപ്പ്ലെസ് രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് താഴ്ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇതിനൊരു ബേസ് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഒരു റൂഫ് വെച്ച് കൊടുത്തു. അതിൻ്റെ മുകളിൽ നമ്മുടെ കാർഡ്ബോർഡ് പീസസ് പീൽ ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തു. ഇപ്പോൾ ഇങ്ങനെയാണുള്ളത്. ഇനി നമുക്ക് കളർ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ബ്ലൂ ആണ് വിൻഡോയ്ക്കും ഡോറിനൊക്കെ പെയിൻറ് ചെയ്തിരിക്കുന്നത്. ഇത് കുഞ്ഞു കുഞ്ഞു പീസസ് കട്ട് ചെയ്തിട്ട് നമുക്ക് താഴെ കൂടെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ വിൻഡോൻ്റെ ബാക്കിൽ ഒരു കർട്ടൻ കൂടെ ആക്കി കൊടുക്കാം. നെറ്റിൻ്റെ ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ കെട്ടിയ ശേഷം ഒട്ടിച്ചു കൊടുത്താൽ മതി. അതിൻ്റെ പുറകിൽ ഞാനൊരു പേപ്പർ വെച്ച് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഏതെങ്കിലും മാഗസിനിൽ നിന്ന് നമുക്ക് ഒരു നല്ല പിക്ചർ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇനി നമ്മുടെ ബോക്സിൽ നമുക്ക് ഫ്ലവറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെടിച്ചട്ടി ഉണ്ടാക്കുന്നുണ്ട്. അതിവിടെ വെച്ച് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നമുക്ക് ചെയ്തെടുക്കാൻ ഈസിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക് യു.